ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ പിന്തുണച്ച മുൻ യൂത്ത് ലീഗ് നേതാവും ഹൈദരലി തങ്ങളുടെ മകനുമായ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പൊതിച്ചോറിനെ പിന്തുണച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ പിന്തുണ. മന്ത്രി കെ മുരളീധരൻ പൊതിച്ചോറിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ പരസ്യ പിന്തുണയ്ക്കൽ. മുബഷിർ പി അക്ബർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. മുബഷിർ, കെ മുരളീധരൻ തന്നെ യൂട്ടേൺ അടിച്ചിരിക്കുന്നു, നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ UDF-നുള്ളിൽ തന്നെ എതിർസ്വരം ഉയരുകയാണോ? അതുമാത്രമല്ല, മൊയ്ൻ അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ലീഗ് നേതാക്കൾക്കെതിരേക്ക് മുൻപ് പരസ്യ നിലപാട് സ്വീകരിച്ച ആളുകൂടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് ഈ പ്രതികരണത്തിൽ. അതെ ഷിഹാസ്, അങ്ങനെയും വിലയിരുത്തേണ്ടി വരും. വിശേഷിച്ചും ഭരണകക്ഷിയിൽ തന്നെ പെട്ട യുവജന സംഘടനയിലെ നേതാക്കൾ ഉൾപ്പെടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരന്റെ ഈ പ്രതികരണത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതിന് ഏറ്റവും പുതിയ കാഴ്ച. യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവും ഹൈദരലി തങ്ങളുടെ മകൻ കൂടിയായിട്ടുള്ള പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങളാണ് ഈ കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പൊതിച്ചോർ വിതരണത്തെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായിട്ടും ഷെയർ ചെയ്തുകൊണ്ടാണ് മൊയ്ൻ അലി തങ്ങൾ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനുദ്ദീൻ ഒളവട്ടൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫേസ്ബുക്കിൽ ഈ പൊതിച്ചോറിന്റെ ഒരു പ്രസക്തിയെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം, ഒരു കുറിപ്പ് സമൂഹ മാധ്യമം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റ് തന്നെയാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ റീഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ആ പോസ്റ്റിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മാസങ്ങളോടൊപ്പം കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ കുടുംബങ്ങൾക്കും അവരിൽ പലർക്കും CH സെന്റർ, സഹചാരി, സഹായി, കനിവ്, DYFI തുടങ്ങിയ വിവിധ സംഘടനകൾ നൽകുന്ന ഭക്ഷണം അത് ഏറ്റവും വലിയ ആശ്രയമാണ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച്. മെഡിക്കൽ കോളേജിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് രാവിലെയെന്നോ ഉച്ചയ്ക്കെന്നോ വൈകുന്നേരമെന്നോ സമയവ്യത്യാസമില്ലാതെ 4 നേരവും ഈ ഒരു ഭക്ഷണം ലഭിക്കുന്നത് വലിയ ഒരു സഹായകരമായിട്ട് സംഭവിക്കാറുണ്ട്. ചികിത്സക്കായി ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുൾപ്പെടെ വലിയൊരു സാമ്പത്തിക ആശ്വാസം കൂടിയാണ്. ഇക്കാര്യത്തിൽ സേവനത്തിന് പകരം വാക്കുകളല്ല വേണ്ടത്, പ്രവൃത്തിയാണെന്ന ഒരു സൂചനയുൾപ്പെടെ ഈ വ്യക്തിയുടെ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പോസ്റ്റാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഏറെക്കുറെ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. സമാനമായ രീതിയിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനയിലെ വിവിധ നേതാക്കൾക്ക് സമാന അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരോക്ഷമായിട്ട് അവരൊക്കെ തന്നെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പ്രത്യക്ഷമായിട്ട് ഇത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് യൂത്ത് ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്ത് വരുന്ന. വിശേഷം മുസ്ലിം യൂത്ത് ലീഗിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ തന്നെ പലതരത്തിലുള്ള സംഘടനകളുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐയുടെ ഇത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ലീഗിന്റെ ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ള ചോദ്യം മറുഭാഗത്തുനിന്നും ഉയരും. അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാകാം നേതാക്കൾ ഇതിനെ പിന്തുണയ്ക്കുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും ഈ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തിക്ക് ലഭിക്കുന്ന പിന്തുണയും ഇത്തരത്തിലുള്ള നേതാക്കൾ മനസ്സിലാക്കിയെന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും ഈ പോസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ഡിലീറ്റ് ചെയ്യാനോ പിൻവലിക്കാനോ തയ്യാറായിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട് അത് അവിടെ രേഖപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ശരി, മുബഷിർ പി അക്ബറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.